മലപ്പുറം വഴിക്കടവ് വെള്ളക്കട്ടയിൽ ഷോക്കടിപ്പിച്ച് കാട്ടുപന്നിയെ പിടികൂടി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ ജീവന് ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ. നടന്നുപോകുന്ന വഴികളിലും തോടുകളിലും ഇത്തരത്തിൽ സ്ഥാപിച്ച അനധികൃത വൈദ്യുതി ലൈനിൽ തട്ടിയാണ് കഴിഞ്ഞ ദിവസം 15-കാരനായ അനന്തു മരിച്ചത്. അപകടം സംഭവിച്ച വെള്ളക്കട്ട തോടിന് സമീപത്ത് നിന്ന് PR ഹരികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആൾക്കാർ ഇറങ്ങി വരുന്നത്. ഞങ്ങളിതിലാണ് ഞങ്ങളെ കുട്ടികളെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ വരുന്ന വഴി ചിലപ്പോൾ ഇതിൽ എളുപ്പത്തിന് ഇതിലോട്ട് പോരും. അങ്ങനെയൊക്കെ പോരുന്ന ഒരു വഴിയാണ്. പിന്നെ ഇവർ മീൻ കോരാന്ന് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ സാധാരണ ഇവിടെ മീൻ കോരിയൊക്കെ വരുന്നത് അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ ഈ KSEBിന്റെ ഈ ലൈൻ ഈ ഒരു പരാതി ഞാൻ കുറച്ചൊരു 6 മാസം മുന്നേ കൊടുത്തിട്ടുണ്ട്. പരാതിയായിട്ടല്ല, ഫോൺ ചെയ്തിട്ട് എയിനെ വിളിച്ചിട്ട് എയിന്റെ നമ്പർ വാങ്ങിയിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഈ മലയിൽ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കമ്പി കണ്ടപ്പോൾ ഇങ്ങനെ ഇവിടെ കറണ്ട് വെക്കുന്ന മഴക്കാലത്ത് നിന്ന് എയിനെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ എന്നോട് പറഞ്ഞു വരാൻ, ഞങ്ങൾ അന്വേഷിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് ചെയ്യാന്ന് പറഞ്ഞു. ഇല്ല കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾ പ്രളയത്തിന്റെ ഒരു ഫണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ വെള്ളത്തിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടിലും മൃഗങ്ങളെ ശല്യം കൊണ്ട് ഇതിലൊന്നും പോകാൻ രാത്രി ഓട്ടോറിക്ഷ വരെ ഇവിടേക്കൊന്നും വരില്ല, ഈ ഭാഗത്തേക്കൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊരു പരിഗണനയിലുണ്ട്. ഞങ്ങൾ അപേക്ഷ കൊടുത്തത് പരിഗണനയിൽ താലൂക്ക് കിടക്കുന്നുണ്ട്.